ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ലുലു മാളിലാണ് കേട്ടോ നിൽക്കുന്നത്. ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് രണ്ടുപേരും. അപ്പം നമ്മളിപ്പോൾ ഫോൺ വിളി മെസ്സേജ് എടുക്കലൊക്കെ മാത്രമേ ഉള്ളൂ, കാണൽ കുറവാണ്. അപ്പോൾ രണ്ട് ഫ്രണ്ട്സിനെയും ഞങ്ങൾ മൂന്നുപേരും കൂടി ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് കുറേ നാളായി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ ഇത് പെട്ടെന്നായിരുന്നു, 2 ദിവസം മുന്നേ പെട്ടെന്ന് കാണാൻ തീരുമാനമെടുക്കുകയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ലുലുമാളിൽ വെച്ച് കാണാം, ഫുഡ് കോർട്ടിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ എത്തിയിട്ടുണ്ട്, ഒരാൾ ഓൺ ദി വേ ആണ്. അപ്പോൾ രേഖ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് ഇപ്പോൾ മുകളിൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആളെത്തിയിട്ടുണ്ട്. ആൾ SBIയിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ആളെയാണ് ഞാൻ 10 വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ, ത്രില്ലിലാണ്. അപ്പം ഞാൻ നടന്ന് എസ്കലേറ്ററൊക്കെ കയറി പുള്ളിക്കാരിയെ കാണാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം. എങ്ങനെ ഇരിക്കും, ആളെങ്ങനെ ഇരിക്കുന്നൊന്നും ഇങ്ങനെ ആലോചിച്ച് പോവാണ്. വണ്ണം വെച്ചിട്ടുണ്ടാവുമോ? അന്ന് ആൾക്ക് കുറച്ച് മോക്കുരുവൊക്കെ ഉണ്ടായിരുന്നു, വണ്ണം ഉണ്ടായിരുന്നില്ല, സ്ലിമ്മായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു മോക്കുരുവൊക്കെ പോയി, പക്ഷേ വണ്ണം വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 2 ഫ്രണ്ട്സാണ് കേട്ടോ ഇന്ന് പരിപാടുന്നത്, ലിഷയും രേഖയും. അതിൽ ലിഷയും രേഖയും ഞങ്ങൾ 3 പേരും 10th ഞങ്ങൾ ഒരുമിച്ച് മാത്സ് ട്യൂഷനൊക്കെ ഒരുമിച്ചായിരുന്നു. ഞാനും ലിഷയും പയസ് ഗേൾസ് ഹൈസ്കൂളിലാണ് കേട്ടോ, ഒരു 5th സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ. അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സൈക്കിളിന് സ്കൂളിലേക്ക് പോണതും തിരിച്ചു വരുന്നതും ട്യൂഷനും ഒക്കെ. പക്ഷേ രേഖ മേരിമാത സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ പുള്ളിക്കാരത്തി ട്യൂഷൻ ക്ലാസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സായിരുന്നു 3 പേരും. ഇടയ്ക്ക് മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് ആളായി കണ്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഓണാക്കി പോവാണ് കേട്ടോ, കാരണം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സമ്മതിക്കില്ല, കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പിടിച്ച് വാങ്ങി വെക്കും. പിന്നെ എന്നാലും ഞാൻ ഓണാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പോവാണ്. ആളെത്തിയിട്ടുണ്ട്, ലിഷ എത്തിയിട്ടില്ല, രേഖ എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മിക്കവാറും വാങ്ങി വെക്കും ആൾ. അപ്പം അങ്ങനെ പോവാണ്. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അപ്പോൾ ആൾ ഇപ്പം എത്തും കേട്ടോ. അപ്പോൾ അവിടെ ഫോൺ ചെയ്തുകൊണ്ടാണ് ഞാൻ, പുള്ളിക്കാരൻ്റെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ട വന്നപ്പോൾ തന്നെ ഫോൺ തട്ടി പറിച്ചതേ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. തന്നെ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ആ ആളാണ് രേഖ, ഇപ്പുറത്തിരിക്കുന്നത് ലിഷ. അപ്പോൾ എന്താ പറയുക, ലിഷ ഇടയ്ക്ക് ഞാൻ മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ലിഷ എന്നെ കാണാൻ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ രേഖയെ കണ്ടിട്ട് 10 വർഷമായി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു, കുറച്ച് ഫോട്ടോസ് എടുത്തു. ഭയങ്കരമായിട്ട് സന്തോഷം, എല്ലാവരും ഹാപ്പി. അപ്പം അങ്ങനെ ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ കാണാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുറപ്പിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.